വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്താനുള്ള ബോധവൽക്കരണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ഇതൊന്നും കാര്യമായ ഫലം ചെയ്യുന്നില്ല. ഈ വീടുകളിലെ പ്രസവം നടക്കുന്നത് അതിന് കാര്യമായ കുറവില്ലെന്നാണ് കണക്കുകൾ. 2024-25 കാലയളവിൽ 428 പ്രസവങ്ങൾ വീടുകളിൽ നടന്നു. ആരോഗ്യവകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുള്ളത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കുറേയധികം മരണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ വീട്ടിലെ പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ നമ്മളത് അടുപ്പിച്ച് ചർച്ചയൊക്കെ ചെയ്തിരുന്നു. അതിന് വലിയ കഥയില്ല എന്നാ മനസ്സിലാവുന്നത് അല്ലേ ഗോകുൽ? തീർച്ചയായും ഈ എണ്ണങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അതിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. 2024-2025 428 വീട്ടുപ്രസവങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് 191 എണ്ണം, പത്തനംതിട്ടയിൽ 6 എണ്ണം. അങ്ങനെ 428 പ്രസവങ്ങൾ കഴിഞ്ഞൊരു വർഷത്തിനിടെ 2024 മാർച്ച് മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തൊട്ട് വർഷമുള്ളതിനേക്കാൾ കുറച്ച് എണ്ണം കുറവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം 2023-24 523 വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം വീട്ടുപ്രസവത്തെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വരുന്ന സമയത്ത് ചെറിയ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും അത് കാര്യമായി ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2023-24 പുറകോട്ടുള്ള 5 വർഷവും മലപ്പുറം ജില്ലയിൽ 200-ലധികം വീട്ടുപ്രസവങ്ങൾ ഓരോ വർഷവും നടന്നിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും അതിൽ ചെറിയൊരു മാറ്റം 191 എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള ശിശുമരണങ്ങളുടെ നിരക്ക് കൂടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും അത് വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കുട്ടികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ടായിരുന്നു ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ ഈ എണ്ണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊരു കുറവുണ്ടാവുന്നില്ല എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.